1832 പാരീസിൽ ജനിച്ച ഫ്രഞ്ച് ചിത്രകാരനായിരുന്ന എഡ്വേർഡ് മാനറ്റിന്റെ ശ്രദ്ധേയമായ പെയിന്റിംഗാണ് ഒളിമ്പിയ. ഈ ചിത്രം ആദ്യം പ്രദർശിപ്പിച്ചപ്പോൾ ഫ്രാൻസിലാകമാനം ഞെട്ടലും വിവാദവും ഉയർത്തി. അദ്ദേഹം പ്രദർശിപ്പിച്ച ദ ലഞ്ച് ഓൺ ദ ഗ്രാസ് എന്ന വിവാദ പെയിന്റിംഗിന് ശേഷമുള്ള പെയിന്റിംഗ് ആയിരുന്നു ഒളിമ്പിയ. ഈ ചിത്രം ഇത്ര വിവാദമുയർത്താനുള്ള കാരണം അത് സമകാലിക അഭിരുചിയുടെ അതിർവരമ്പുകൾ ലംഘിച്ചു എന്നത് തന്നെയായിരുന്നു. ചെസ് ലോഞ്ചിൽ ചാരിയിരിക്കുന്ന നഗ്നയായ ഒരു സ്ത്രീയും അവളുടെ കാൽക്കൽ ഒരു ചെറിയ കറുത്ത പൂച്ചയും അവളുടെ പിന്നിൽ ഒരു പൂച്ചെണ്ടുമായി നിൽക്കുന്ന കറുത്ത വർഗക്കാരിയായ പരിചാരികയും ഒളിമ്പിയയുടെ സവിശേഷതകളാണ്. യാഥാസ്ഥിതികർ ഈ കൃതിയെ അശ്ലീലവും അധാർമികവുമെന്ന് അപലപിച്ചു. 1865 പാരീസ് സലൂണിൽ ചിത്രം ആദ്യമായി പ്രദർശിപ്പിച്ചപ്പോൾ ഒളിമ്പിയയുടെ സൂക്ഷ്മ നോട്ടം ആളുകളിൽ ഞെട്ടലും വിവാദവും സൃഷ്ടിച്ചു. പ്രത്യേകിച്ചും ചിത്രത്തിലെ നിരവധി വിശദാംശങ്ങൾ അവളെ ഒരു വേശ്യയായി ചിത്രീകരിക്കുന്നു. പക്ഷേ ഇന്നും ഇത് ആധുനിക കലയുടെ മാസ്റ്റർ പീസായി കണക്കാക്കപ്പെടുന്നു.